അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണല്ലോ നമ്മുടെ കലിമത്ത് തൗഹീദ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ശ്രേഷ്ഠതകൾ എന്ന് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായി അഫ്ദൽ ദിക്ർ എന്ന മഹത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലക്കുള്ളത്. മറ്റൊന്ന് അഫ്ദലുൽ കലാമി ബഅദൽ ഖുർആൻ എന്നാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള കലാമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ് എന്ന് പറഞ്ഞ ദിക്റിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ അസ്ഖലുൽ മീസാൻ, തുലാസിൽ കനം തൂങ്ങുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ നമുക്കറിയാം ഏതിനും താക്കോൽ ആവശ്യമാണ്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കലിമത്തു തൗഹീദ് എന്നാണ്. മറ്റൊന്ന് കലിമത്തുൽ ഇഖ്ലാസ് എന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അമാനുൻ മിനൽ അദാബ് എന്നാണ്. അമാനുൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമായി, സ്വർഗത്തിൻ്റെ താക്കോലായി, തുലാസിൽ കനം തൂങ്ങുന്നതായ, അള്ളാഹുവിനിഷ്ടപ്പെട്ട ഏറ്റവും നല്ല കലാമായ, അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സംസാരമായ ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും തൗഹീദിൻ്റെയും കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവ് കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴും ഏത് നേരങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖൽബറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് പറയുവാനും പ്രഖ്യാപിക്കുവാനും നാം തയ്യാറാവേണ്ടതുണ്ട്. അധര വ്യായാമമല്ല, നാവിലൂടെയുള്ള വാക്കുകളല്ല, മറിച്ച് മനസ്സകം അറിഞ്ഞുള്ള ഒരു പ്രഖ്യാപനമായി ഇടയ്ക്കിടെ വരേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആ രൂപത്തിലുള്ള ഓർമ്മയും ശ്രദ്ധയും മനസ്സും നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.